ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻട്രാക്രേനിയൽ ഹെമറേജ് അല്ലെങ്കിൽ ഐസി ബ്ലീഡ്. നമ്മുടെ ബ്രെയിനിൽ, അതായത് നമ്മുടെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഒരു രക്തസ്രാവത്തിനെയാണ് ഇൻട്രാക്രേനിയൽ ഹെമറേജ് അല്ലെങ്കിൽ ഐസി ബ്ലീഡ് എന്നൊക്കെ പറയുന്നത്. ഈ ഐസി ബ്ലീഡിന് മെയിനായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. ഒന്ന് ഇൻട്രാ ആക്സിലും മറ്റൊന്ന് എക്സ്ട്രാ ആക്സിലും. അപ്പം ഈ ഇൻട്രാ ആക്സിൽ വരുന്ന ഹെമറേജ് ഏതൊക്കെ, ഈ എക്സ്ട്രാ ആക്സിൽ വരുന്ന ഹെമറേജ് ഏതൊക്കെ, എങ്ങനെയൊക്കെ നമുക്കതിനെ മനസ്സിലാക്കാം എന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കത് പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ബ്രെയിനിൻ്റെ സ്ട്രക്ചർ വേണം പഠിക്കാൻ. നമുക്കാദ്യം ഒരു ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഒരു ബ്രെയിനിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ ഇമേജിൽ നമുക്ക് കുറേ പേരുകൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. മെനിഞ്ചസ്. എന്താണ് മെനിഞ്ചസ്? തലച്ചോറിനെ സംരക്ഷിക്കുന്ന 3 മെംബ്രെയിൻ പാളികൾ ആണ് മെനിഞ്ചസ്. ഈ മെംബ്രെയിനുകളുടെ പേരാണ് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഡ്യൂറാ മാറ്റർ, അരക്കനോയിഡ് മാറ്റർ, പിയ മാറ്റർ. ഇത് നമ്മുടെ ബ്രെയിൻ അല്ലെ നമ്മുടെ തലച്ചോറിന് പുറത്തുള്ള 3 ലെയറുകളിൽ 3 പാളികളാണ്. നമ്മുടെ തലച്ചോറിനും തലയോട്ടിക്കും ഇടയിലുള്ള ഈ 3 ലെയറുകളിൽ ഉണ്ടാകുന്ന ബ്ലീഡ് അല്ലെങ്കിൽ ഹെമറേജിനെയാണ് എക്സ്ട്രാ ആക്സിൽ ഹെമറേജ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻട്രാ ആക്സിൽ ഹെമറേജ്. നമ്മുടെ ബ്രെയിൻ പാരൻകൈമയ്ക്കുള്ളിൽ കാണുന്ന ഹെമറേജിനെയാണ്. അതായത് വെൻട്രിക്കിൾസ്, ബേസൽ ഗാംഗ്ലിയ, തലാമസ് എന്നീ റീജിയനിലേക്ക് കാണുന്ന ബ്രെയിൻ പാരൻകൈമയ്ക്കുള്ളിൽ കാണുന്ന ഹെമറേജിനെയാണ് ഇൻട്രാ ആക്സിൽ ഹെമറേജ് എന്ന് പറയുന്നത്. ഇൻട്രാ ആക്സിലും എക്സ്ട്രാ ആക്സിൽ ഹെമറേജുകളെ പറ്റി നമ്മളിപ്പോൾ പഠിച്ചുവല്ലോ. അപ്പോൾ എക്സ്ട്രാ ആക്സിൽ ഹെമറേജിൽ തന്നെ നമുക്ക് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെമറേജ് ഉണ്ട്. അത് ഏതൊക്കെ, അത് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സബ് ഡ്യൂറൽ. അതായത് നമ്മുടെ ഡ്യൂറൽ സ്പേസിൽ കാണുന്ന നമ്മുടെ ഡ്യൂറാ മാറ്ററിനും അരക്കനോയിഡ് മാറ്ററിനും ഇടയിൽ കോൺവെക്സ് ഷേപ്പിൽ കാണുന്ന ഹെമറേജാണ് സബ് ഡ്യൂറൽ ഹെമറേജ്. സെക്കൻഡ് വൺ EDH, എപ്പിഡ്യൂറൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ് എന്ന് പറയും. ഇത് കാണുന്നത് നമ്മുടെ തലയോട്ടി സ്കള്ളിനും ഡ്യൂറാ മാറ്ററിനും ഇടയിലായിട്ടാണ് എപ്പിഡ്യൂറൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ് കാണുന്നത്. ഇത് പൊതുവെ കോൺകേവ് ഷേപ്പിലായിരിക്കും കാണുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ SAH അല്ലെങ്കിൽ സബ് അരക്കനോയിഡ് ഹെമറേജ്. സബ് അരക്കനോയിഡ് ഹെമറേജ് കാണുന്നത് സൾക്കസ് സ്പേസിലാണ് കാണുന്നത്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രതലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ടേബിളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ എങ്ങനെയിരിക്കും, അതിങ്ങനെ ഫുള്ള് പടർന്നിരിക്കും എന്ന് പറഞ്ഞാൽ സൾക്കസ് സ്പേസിൽ ഫുള്ളിങ്ങനെ പടർന്ന് കിടക്കുന്ന ഒരു ഹെമറേജാണ് സബ് അരക്കനോയിഡ് ഹെമറേജ്. ഇതുപോലെയുള്ള ഫൈൻഡിങ്സും CT ഇമേജസും കൂടുതൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.